ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ സ്ട്രൈക്കർ ഗെയിമിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ക്യൂബ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഗെയിമാണ്. ഇത് കുറച്ച് ടഫാണ് ഗൈസ്. അതായത് ഞാനിപ്പോൾ കുറേ നാൾ കളിച്ചിട്ടാണ് ഇത്ര ആയത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതല്ല, നല്ല ടഫാണ്. എന്താ ഇപ്പോൾ ഞാൻ കളിക്കുന്ന ഈ ഒരു സംഭവം വലിയ പാടില്ല. പക്ഷേ ഓരോരോ കളി കഴിയുമ്പോഴും നമ്മുടെ ഇത് കൂടിക്കൂടി വരും. അതിനനുസരിച്ച് അതിൻ്റെ ടഫ്നെസ് കൂടിക്കൂടി വരും. അങ്ങനെയുള്ളൊരു ഓരോ കളി നമ്മൾ കൂടുതൽ പോകുമ്പോൾ നമ്മൾ കുറയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ഗെയിമാണിത്. നല്ല സെറ്റ് ഗെയിമാണ് കേട്ടോ. നമുക്ക് കളിച്ചാൽ നമുക്ക് ജയിക്കാനൊരു ഇത് തോന്നണ്ട. അതുകൊണ്ട അങ്ങനെ നമുക്കൊരു ഇത് തോന്നുന്നൊരു ഗെയിമാണ്. സത്യം വേണ്ട, നമുക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നൊരു ഗെയിമാണ്. ഇടയ്ക്ക് പരസ്യം വരും, അതേ ഉള്ളൊരു പ്രശ്നം. ഈ പരസ്യം വരുന്നത് നമുക്ക് നെറ്റിലത് കളിക്കാനും പറ്റത്തില്ല, അതേ ഉള്ളൊരു പ്രോബ്ലം. പക്ഷെ പണ്ട് അങ്ങനല്ലായിരുന്നു, നെറ്റ് വേണ്ടായിരുന്നു. നോ വൈഫൈ ഗെയിമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വൈഫൈയും കൂടെ ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഈ സാധനം കടി മുകളിൽ പറക്കുന്ന സാധനം, ആ സാധനം നമുക്ക് കുറച്ച് ഡേഞ്ചറാണ്. കാരണം അത് അതിൻ്റെ ആ വെള്ള ലൈറ്റ് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മളതൊരു ബ്ലാക്ക് ഇവിടെയൊക്കെ കാണിച്ചു കണ്ട, അതിനെ വെടി വെച്ചിപ്പോൾ കൊന്ന്. ആ സാധനം കൊണ്ട് നമ്മളെ അടിക്കും. നമുക്ക് ഭയങ്കര പണിയാണ് ആ സാധനം. അതുകൊണ്ട് തന്നെ നല്ല ടഫാണ്. എന്താണ് ചെയ്യുക ഗൈസ്? ആ സാധനം കൊണ്ടൊക്കെ അടി കൊണ്ടു കഴിഞ്ഞാൽ സ്പോട്ട് ഡെത്ത് ആവുന്നുണ്ട്. ഇതിൽ നമുക്ക് മരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത് സർവൈവ്, ഫിനിഷ് ടു ദ ഫിനിഷ് ലൈൻ എന്നതാണ് ഇതിൻ്റെ ഇത്. എൻ്റെ ഇപ്പോൾ 500 സംതിങ് ആണ് എൻ്റെ ഒരു ഹൈ സ്കോർ. അപ്പോൾ എൻ്റെ ഈ ഒരു ജിമെയിൽ ID നിങ്ങളാണെങ്കിൽ നിങ്ങൾ കളിച്ചിട്ട് അതിൻ്റെ വീഡിയോ അയച്ചു. നിങ്ങൾ ഈ ഗെയിം ഫ്രീ ഗെയിമാണ്, നിങ്ങൾ കളിച്ചിട്ടൊന്ന് അയച്ചു. നല്ല രസമാണ് ഈ ഗെയിം. ഈ പരസ്യം ഒഴിച്ച് ബാക്കി എല്ലാം നല്ല രസമാണ്. പക്ഷേ പരസ്യമൊക്കെ ഉണ്ട്, ഇൻ്റർനെറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാലും നല്ല ഗെയിം. നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. ആ റേസ് എന്നുള്ള ഒരെണ്ണമുണ്ട്. നമുക്കിത് ആപ്പ് എടുത്ത ഉടനെ നമുക്ക് റേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റും. നമുക്ക് റേസ് വെക്കാൻ പറ്റും. നല്ല രസമാണിത്. മഴയാണ് കേസ്, എല്ലായിടത്തും മഴയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്ന് കളിച്ചിട്ട് പിന്നെ വേറൊരു കാര്യം. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ചുമരിനോട് എന്തെങ്കിലും ഒരു സാധനത്തിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ടാ, എൻ്റെ കണ്ണടച്ച കണ്ടായിരുന്നു. ആ ഒരു വെള്ള ഡോട്ടില്ല, ആ കണ്ണടച്ച്. അതാണ് അതിൻ്റെ ഒരു ഗുണം. എനിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ട, അതിനകത്ത് കയറിയപ്പോൾ കണ്ടില്ല എന്നെ. അതാണ് ഇതിൻ്റെ ഗുണം. പക്ഷെ നമ്മൾ നല്ല സ്പീഡ്, നമുക്ക് നല്ല റിഫ്ലക്സ് വേണം. ഇവിടെ റിഫ്ലക്സ് ഒക്കെ കൂട്ടുന്ന ഗെയിമാണിത്. എന്താ ആ ഒരു വെള്ള 2 ഡോട്ട് കണ്ടു നിങ്ങൾ സൈഡിൽ? ശരിക്കും അങ്ങനെ ഇല്ല, അത് ഞാൻ എൻ്റെ വിരൽ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ ഈ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഈ സൈഡിലോട്ട് നീക്കുന്നോ ആ സൈഡിലേക്ക് ഈ ഒരു ക്യൂബ് പോകും. റൈറ്റ് സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ചാടും. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ ചാടും. ഓക്കെ ഗൈസ്, അപ്പം ചെറിയൊരു ചായ കുടിക്കാൻ പോയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പോസ് ചെയ്ത് വെച്ചിട്ടിരുന്ന് ഗെയിം പോസ് ചെയ്തിട്ടിരുന്ന് കളിക്കുന്നതാണ്. കഴിച്ചിട്ട് വന്നതാണ്. അവിടെ ചെറിയൊരു ഇത് വന്ന് ഗൈസ്. പിന്നെ ഇങ്ങനെയുള്ള ഈ സാധനങ്ങളുണ്ടോ, ഇതിൻ്റെ ചിലതിൻ്റെയൊക്കെ നമുക്ക് ചിലതിൻ്റെയൊക്കെ മോളിൽ കയറാൻ പറ്റും. നമ്മൾ ഇപ്പുറത്തെ സൈഡിലല്ലാണ്ട് ഞാൻ ഇപ്പോൾ തൊട്ട് കാണിച്ചില്ലേ, അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഏരിയയിൽ ഇതിൻ്റെയൊക്കെ മോളിൽ കയറാൻ നോക്കണ്ട, അങ്ങനെ ചാടിക്കയറാൻ പറ്റും. ആ സാധനം കുറച്ച് ഡേഞ്ചറസ്, ഈ സാധനം കുറച്ച് ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തന്നെ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഏറ്റവും ടഫ്. നിങ്ങൾ രണ്ടും കൂടെ ചാകണ്ട. അപ്പോൾ ഞാൻ ഈ ഇൻവിസിബിലിറ്റിയുടെ ഇതങ്ങ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇൻ ഗെയിം മണി കൊടുത്ത് മേടിക്കുന്ന സാധനമാണ്. കാശ് ചിലവൊന്നുമില്ലല്ലോ.
ഈ സാധനം വരുമ്പോൾ നമുക്ക് നല്ല ടഫാണ് ഗൈസ്. പിന്നെ എന്താ, ഞാനാണെങ്കിലേ അടുത്ത ഗെയിം എന്തിരണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരുണ്ടല്ലേ. ഞാനീ പറയുന്നൊക്കെയല്ലേ ഉള്ളൂ. നമ്മുടെ അയ്യോ ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ വെച്ചതൊന്നുമല്ല.